അധികം താമസിയാതെ ഇത് വീണ്ടും പണിയപ്പെടും. ഈ ബാബിലോൺ പഴയ പ്രതാപത്തിൽ വരും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ സിംഹം വീണ്ടും ശക്തിപ്പെടണമെന്ന്. എങ്കിലേ എതിർ ക്രിസ്തുവിന് രംഗപ്രവേശം ചെയ്യുവാൻ കഴിയൂ. ഇറാഖ്, അതാണ് ഈ സിംഹം. രണ്ടാമത്തെ മൃഗം കരടി, അതാണ് ഇന്നത്തെ ഇറാൻ. പേർഷ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇറാനെ കാണിക്കുക. ഇറാനും ഒരു നിർണായകമായ ശക്തിയായി മാറ്റപ്പെടും. മൂന്നാമത്തെ രാജ്യമാണ് ഗ്രീസ്. ഗ്രീസും അല്ലെങ്കിൽ ഇറാഖും ഇറാനും ഗ്രീസും. സിംഹം, കരടി, പുള്ളിപ്പുലി, ഇത് മൂന്നും കൂടെ ഒരുമിക്കുകയാണ്. ഇതിന് 10 കൊമ്പുകൾ. ഈ 10 കൊമ്പുകൾ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ പഴയ 10 രാജ്യങ്ങളാണ്. ആ റോമൻ സാമ്രാജ്യത്തിലെ പഴയ 10 രാജ്യങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടു വരണം. വീണ്ടും ശക്തിപ്പെട്ടു വരും. റോമൻ സാമ്രാജ്യത്തിലെ പഴയ 10 രാജ്യങ്ങൾ ഈ നെബൂഖദ്നേസർ കണ്ട ബിംബത്തിന്റെ കാൽപാദത്തിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ കണ്ട ബിംബത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 4 ഭാഗങ്ങൾ പഠിച്ചു. തല തങ്കം കൊണ്ടുള്ളത്, നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ളത്, വയറുവരയും താമ്രം കൊണ്ടുള്ളത്, തുട ഇരുമ്പ് കൊണ്ടുള്ളത്. അതിന്റെ 5ാമത്തെ ഭാഗം കാൽപാദങ്ങൾ. നാം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കാൽപാദങ്ങളിലാണ്. കാൽപാദങ്ങൾ പകുതി ഇരുമ്പും പകുതി കളിമണ്ണും കൊണ്ടുള്ളത്. ഭിന്ന രാജ്യത്വത്തെ കാണിക്കുന്നു. തമ്മിൽ യാതൊരു ആശയപ്പൊരുത്തവുമില്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ ഭരണത്തിന് വേണ്ടി ഒരുമിച്ച് ഒരു കൊടിക്കീഴിൽ അണിനിരക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യയിലും കയറിയിരിക്കുന്ന. ഇതുപോലെ ഒത്തിരി എണ്ണം കൂടെ ഒരുമിച്ച് കൊടിക്കീഴിൽ കയറിയിരിക്കുക. ഭൂരിപക്ഷം വളരെ തുച്ഛമായതേ ഉള്ളൂ. ആടിക്കൊണ്ടായിരിക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. ആരുടെയൊക്കെ താല്പര്യങ്ങൾ സാധിച്ചു കൊടുത്താലൊക്കും. നമ്മുടെ പ്രധാനമന്ത്രി കിടന്ന് വിഷമിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പുള്ളിക്കാരി അങ്ങോട്ട് ചെല്ലുന്നു, DMK പിരിച്ചുവിടണമെന്ന് പറയുന്നു. പിരിച്ചുവിട്ടാൽ അത് വേറെ ചില ഭവിഷ്യത്തുണ്ട്. ആകപ്പാടെ വിഷമിക്കുകയാണ്. ഇത് ഈ ഇരുമ്പ് കളിമണ്ണും കൊണ്ടുള്ള ഭരണകൂടത്തെ കാണിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ ആശയപ്പൊരുത്തമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഭരിക്കുന്നു. ഇരുമ്പും കളിമണ്ണും. ഇനി ബിംബത്തിന്റെ കാൽപാദങ്ങളിലെ 10 വിരലുകളിലേക്ക് വരാൻ പോകുന്നു. 10 വിരലുകൾ. അത് വന്നിട്ടില്ല, അതിനി വരാൻ പോകുന്നു. ഈ 10 വിരലുകളും ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ ഈ മൃഗത്തിന്റെ 10 കൊമ്പുകളും ഒരേ വിഷയത്തെ കാണിക്കുകയാണ്. ഇനി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന 10 റോമൻ രാജ്യങ്ങളെയും അതിന്റെ രാജാക്കന്മാരെയും കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 10 വിരലുകൾ ഇനി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന, ശക്തിപ്പെട്ടു വരാൻ പോകുന്ന 10 റോമൻ രാജാക്കന്മാർ. പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് 10 കൊമ്പുകളാകുന്ന 10 രാജ്യങ്ങൾ ശക്തിപ്പെട്ടു വരണം. ഇന്നത്തെ ലോകത്തിന്റെ നില നോക്കിയാൽ ഈ 10 കൊമ്പുകൾക്ക് രംഗപ്രവേശം ചെയ്യുവാൻ ഒരു വ്യക്തമായ ഒരു നിലവാരം നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ മുന്നോടിയാണ് ഇന്നത്തെ ഐക്യ യൂറോപ്പ്. പല രാജ്യങ്ങൾ ചേർന്ന് ഒരു സംയുക്ത ഒരു യൂറോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു. പാസ്പോർട്ടിന്റെ സഹായമില്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അവർക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഈ രാജ്യങ്ങൾക്ക് എല്ലാറ്റിനും കൂടെ ഒരേ വാണിജ്യ വ്യവസായ നയവും ഒരേ നാണയ വ്യവസ്ഥിതിയും വന്നു കഴിഞ്ഞു. ചില നാളുകൾക്ക് മുൻപ് മനോരമയിൽ ഈ ഐക്യ യൂറോപ്പിന്റെ, സംയുക്ത യൂറോപ്പിന്റെ നാണയത്തെ പേപ്പറിൽ ഫോട്ടോയിൽ കൂടെ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 10 കൊമ്പ് വെളിപ്പെടാൻ സമയമായി എന്നാണ്. എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു വെളിപ്പെടാൻ സമയമായി. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടാൻ സമയമായി. ഞാൻ ഇത്രയും നേരം ഈ ശബ്ദമുണ്ടാക്കിയത്, ഇത്രയും നേരം ഈ ശബ്ദമിട്ടത് ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. 10 കൊമ്പുകൾ വെളിപ്പെടാൻ പോകുന്നു. അത് മറ്റൊന്നിനെ കൂടെ കാണിക്കുന്നു. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. അത് ഈ കൊമ്പുകൾക്ക് വെളിപ്പെടാനുള്ള പശ്ചാത്തലമൊരുക്കുകയാണ്. യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. ഇപ്പോൾ യൂറോപ്യൻ കോമൺ മാർക്കറ്റിൽ 10 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. ആ രാജ്യങ്ങളെ ഞാനൊന്ന് പറയാം. 1 ജർമ്മനി, 2 ഫ്രാൻസ്, 3 ബെൽജിയം, 4 ലക്സംബർഗ്, 5 ഇറ്റലി, 6 ഗ്രീസ്, 7 ഇംഗ്ലണ്ട്, 8 അയർലൻഡ്, 9 ഡെൻമാർക്ക്, 10 നെതർലൻഡ്. ഇങ്ങനെ 10 രാജ്യങ്ങൾ യൂറോപ്യൻ കോമൺ മാർക്കറ്റിൽ അംഗങ്ങളായിരിക്കുന്നു.
10 കൊമ്പ് റെഡി. ദൈവത്തിന് സ്തോത്രം. പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ പരിധിയിൽപ്പെട്ട 10 രാജ്യങ്ങൾ ശക്തിപ്പെട്ട് ഒരുമിച്ച് ഒരു സംഘടനയായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം ബാബിലോൺ ശക്തിപ്പെടുന്നു. അതോടൊപ്പം പേർഷ്യ, ഇറാൻ ശക്തിപ്പെടുന്നു. അതോടൊപ്പം ഗ്രീസും അതിന്റെ പരിധിയിൽപ്പെട്ട രാജ്യങ്ങളും ശക്തിപ്പെടുന്നു. ലോകത്തിൽ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇന്നത്തെ രാഷ്ട്രീയ രംഗം, ഇല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ തലം വാതിൽ തുറന്ന് ഒരുങ്ങിക്കാത്തിരിക്കുന്നു. എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇന്നത്തെ രാജ്യങ്ങൾ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുന്നു. അതേ സമയത്ത് ദൈവത്തിന്റെ സഭയോ അതിനു മുൻപേ നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഉണർന്ന് നിവർന്ന് തലകളെ ഉയർത്തിക്കൊള്ളണം. ഹല്ലേലൂയ. നമ്മുടെ യേശു വരാറായി. കരകളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. വീണ്ടും ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എതിർ ക്രിസ്തുവിനെ എങ്ങനെ രംഗപ്രവേശം ചെയ്യുവാൻ കഴിയും? അതൊരു ചോദ്യമായി അവശേഷിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ നിങ്ങളെ വ്യക്തമാക്കിക്കൊള്ളട്ടെ. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കീഴിലാണ് ഈ രാജ്യങ്ങളെല്ലാം അണിനിരക്കാൻ പോകുന്നത്. ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം ഒരു കാര്യം കൂടെ വിട്ടുപോയത് ഓർപ്പിച്ചുകൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഇതിന് ചുവപ്പ് നിറം ഉണ്ടെന്ന് വായിക്കുന്നു. ഇതിന് ചുവപ്പ് നിറമുണ്ട്. വെളിപ്പാട് 17-ന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന് ചുവപ്പ് നിറമുണ്ട്. ചുവപ്പ് നിറമുള്ള മൃഗം. ഈ ചുവപ്പ് നിറം കാണിക്കുന്നത് ഇന്നത്തെ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ പിന്താങ്ങൽ എതിർ ക്രിസ്തുവിനുണ്ടായിരിക്കും. എതിർ ക്രിസ്തു ഭരണത്തിൽ വരുന്നത് 10 യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്താങ്ങൽ, സമ്പൂർണ്ണ പിന്തുണയോടുകൂടെ ഇറാഖിന്റെയും ഇറാന്റെയും ഗ്രീസിന്റെ പരിധിയിൽപ്പെട്ട രാജ്യങ്ങളുടെയും അതിന്റെ സപ്പോർട്ടോടുകൂടെ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടെ, അന്ന് ലോകത്തിലെ നിർണായക ശക്തിയായി യഹൂദന്റെ സപ്പോർട്ടോടുകൂടെ, അന്നത്തെ ലോകത്തിലെ ക്രൈസ്തവ സംഘടനകളുടെ സമൂഹമായ കത്തോലിക്ക സഭയും അതിനെ പിന്താങ്ങുന്ന സകല ക്രൈസ്തവ സഭകളുടെയും സപ്പോർട്ടോടുകൂടെ ആയിരിക്കും എതിർ ക്രിസ്തു ഈ ലോകത്തിലെ ഭരണം പിടിച്ചടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ബാക്കി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ഈ എതിർ ക്രിസ്തു വെളിപ്പെടാനുള്ള ഒരു പശ്ചാത്തലത്തെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എന്റെ വാക്ക് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എതിർ ക്രിസ്തുവിന് എങ്ങനെ രംഗപ്രവേശം ചെയ്യുവാൻ കഴിയും? വലിയ വലിയ ശക്തികൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നു. അമേരിക്ക, അതേസമയത്ത് റഷ്യ, അതേസമയത്ത് ചൈന, ജപ്പാൻ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇതുപോലെയുള്ള നിർണായകമായ വൻ ശക്തികൾ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മുഴു ലോകത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ? അതാണ് ചോദ്യം. എന്നാൽ അതിന് പശ്ചാത്തലം ഒരുക്കുന്നത് ഈ 3-ാം ലോകമഹായുദ്ധമായിരിക്കും. നാം ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലോകം ഇപ്പോൾ ഒരു 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തടുപ്പിച്ച് ഈ ലോകത്തിൽ ഇനി സംഭവിക്കേണ്ട 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഒന്നാമത് യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ്, ദൈവസഭയുടെ ഉൽപ്രാപണം, അതോടൊപ്പം 3-ാം ലോകമഹായുദ്ധം. 3-ാം ലോകമഹായുദ്ധത്തിന്റെ അനന്തരഫലമായിരിക്കും എതിർ ക്രിസ്തുവിന് രംഗപ്രവേശം ചെയ്യുവാനുള്ള പശ്ചാത്തലം. 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ബൈബിളിൽ പ്രവചനമുണ്ട്. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. അവിടെ 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. അധികം താമസിയാതെ ഈ ലോകത്തിൽ നടക്കുവാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. ലോകം 2 ചേരിയിലേക്ക് തിരിയും. ഇന്നത്തെ നമ്മുടെ ലോക രാഷ്ട്രീയ നിലവാരത്ത് രാജ്യങ്ങളുടെ നിലയെ ചിന്തിച്ചാൽ യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പോലെ ഒരു ധ്രുവീകരണം, ഒരു ചേരിതിരിവ് നമുക്ക് കാണുവാൻ കഴിയും. 38-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നാം വായിക്കുമ്പോൾ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ
നീ മുഖം തിരിച്ച് അവരെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടതെന്തെന്നാൽ ഇവിടെ ചില രാജ്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നു. 1 രോഷ്, 2 മേശക്, 3 തൂബൽ. രോഷ് എന്ന് പറയുന്നത്, ഈ രോഷ്, മേശക്, തൂബൽ എന്നൊക്കെ പറയുന്ന ഈ പദങ്ങൾ പൗരാണിക നാമങ്ങളാണ്, അല്ലെങ്കിൽ പുരാതന നാമങ്ങളാണ്. രോഷ് എന്ന് പറയുന്നത് ഇന്നത്തെ റഷ്യയെ കാണിക്കുന്നു. മേശക് എന്ന് പറയുന്നത് മോസ്കോയെ കാണിക്കുന്നു. അന്ന് റഷ്യ രണ്ടായിട്ടായിരുന്നു, പാശ്ചാത്യ റഷ്യ എന്നും പൗരസ്ത്യ റഷ്യ എന്നും. ഈ പാശ്ചാത്യ റഷ്യയെയും പൗരസ്ത്യ റഷ്യയെയും മുൻപിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് രോഷ്, മേശക്. പിൽക്കാലത്ത് ഇത് രണ്ടും കൂടെ ഒന്നായി തീർന്നിട്ട് ഐക്യ റഷ്യയായിട്ട് അതിന്റെ തലസ്ഥാനം മോസ്കോ ആയി മാറ്റപ്പെട്ടു. ഈ രോഷ്, മേശക് എന്ന് പറയുന്നത് ഇന്നത്തെ റഷ്യയെ കാണിക്കുന്നു. അടുത്തത് തൂബൽ എന്ന് പറഞ്ഞാൽ ടുബാൽസ്കോ എന്നർത്ഥം. ടുബാൽസ്കോ എന്ന രാജ്യത്തെ കാണിക്കുന്നു. റഷ്യ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടുബാൽസ്കോ. ഈ രാജ്യങ്ങളുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗെ, ഈ മാഗോഗ് ദേശം എന്ന് പറയുന്നത് മംഗോളിയൻ ട്രൈബ്സ് അല്ലെങ്കിൽ മംഗോളിയൻ ദേശം, മംഗോളിയൻ വംശജർ താമസിക്കുന്ന ദേശം. മംഗോളിയൻ ട്രൈബ്സിൽപ്പെട്ടതാണ് ചൈനക്കാർ, മംഗോളിയൻ ട്രൈബ്സിൽപ്പെട്ടതാണ്. ഈ മാഗോഗ് എന്ന് പറയുന്നത് മംഗോളിയൻ ട്രൈബ്സിനെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം റഷ്യയും ട്യൂബോൾസ്കോയും മംഗോളിയൻ ട്രൈബ്സും, വ്യക്തമായി പറഞ്ഞാൽ ചൈന ഉൾപ്പെടെയുള്ള മംഗോളിയൻ ഗോത്രത്തിൽപ്പെട്ടതായ മനുഷ്യർ താമസിക്കുന്ന രാജ്യങ്ങൾ, ഇതെല്ലാം ഒരു ചേരിയിൽ വരും. ദൈവത്തിന് സ്തോത്രം. അവയെ സപ്പോർട്ട് ചെയ്യുവാൻ 38-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, 5ഉം 6ഉം വാക്യം വായിക്കുമ്പോൾ, അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ. പാർസികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പേർഷ്യ അല്ലെങ്കിൽ ഇറാൻ, പാർസികൾ. അടുത്തത് കൂശ്യർ. കൂശ്യർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്യോപ്യ. ഇംഗ്ലീഷ് ബൈബിളിൽ എത്യോപ്യ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. അടുത്തതായി പൂത്യർ. പൂത്യർ എന്ന് പറഞ്ഞാൽ ലിബിയ. ഇംഗ്ലീഷിൽ ലിബിയ എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തതായി ഗോമർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജർമ്മനി. റഷ്യയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഈ രാജ്യങ്ങൾക്ക് സഹായമായി ഇറാൻ, എത്യോപ്യ, ലിബിയ, ജർമ്മനി. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം. തോഗർമാഗ്രഹം എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അവയെ കാണിക്കുകയാണ്. ഇവയെല്ലാം ഒരു ചേരിയിൽ വരും. ഇടതുപക്ഷ രാജ്യങ്ങൾ റഷ്യ, അതോടൊപ്പം ടുബാൽസ്കോ, അതോടൊപ്പം മംഗോളിയൻ ട്രൈബ്സ്, അതോടൊപ്പം പാർസികൾ അഥവാ ഇറാൻ, എത്യോപ്യ, ലിബിയ, ജർമ്മനി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ശക്തിപ്പെട്ടതിന് ശേഷം, ഒരുമിച്ച് ചേർന്നതിന് ശേഷം ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിക്കും. വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ചു നിന്നെ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. വടക്കേ അറ്റം. ഒരു മാപ്പ് എടുത്തിട്ട് ഇസ്രായേലിൽ നിന്ന് നേരെ വടക്കോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചു നോക്കണം. അത് ചെന്ന് മോസ്കോയിൽ നിൽക്കും. വടക്കേ അറ്റത്തു നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവരും. എവിടേക്ക് കൊണ്ടുവരുമെന്ന് 38-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ഈ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം ഇതുവരെ നിവർത്തിയായിട്ടില്ല. ഈ രാജ്യങ്ങൾ ഇതുവരെ ഇസ്രായേലിന് നേരെ വന്നിട്ടില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് 38-ാം അധ്യായം 8-ാം വാക്യം നിവർത്തിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് 38-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ വരും. ഇസ്രായേൽ വാളിനൊഴിഞ്ഞു പോകണം, പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട്
സ്വദേശത്തേക്ക് മടങ്ങി വരണം. AD 70 യഹൂദ തീത്തോസ് കൈസറിനാൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു, യഹൂദ നശിപ്പിക്കപ്പെട്ടു. 134 ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടുപോയി. എന്നാൽ AD 1948 വാളിനൊഴിഞ്ഞുപോയ ജനം നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകളിലേക്ക് അവർ മടക്കി തിരിച്ച് കൊണ്ടുവരപ്പെടുകയും ശേഖരിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 38-ാം അധ്യായം 8-ാം വാക്യം നിവർത്തിയായി ഇവർ പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ 38-ാം അധ്യായം 8-ാം വാക്യം നിവർത്തിയായാൽ അടുത്തത് ബാക്കി നിവർത്തിയാകണം. എന്ന് പറഞ്ഞാൽ റഷ്യയും സംയുക്ത രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് വരണം. ഈ 38-ാം അധ്യായം നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്. ഇസ്രായേൽ പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് അവർ സ്വദേശത്തേക്ക് വന്ന് ഒരു നിർണായകമായ ശക്തിയായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് വിരോധമായി ഈ രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധത്തിന് വരാൻ പോവുകയാണ്. അതിനുള്ള പശ്ചാത്തലം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ യാസർ അറാഫത്ത് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം സൃഷ്ടിക്കുവാൻ ഉരുവാക്കുവാൻ വേണ്ട പിന്തുണയെല്ലാം തേടിക്കൊണ്ട് അവിടെയും ഇവിടെയും ഓടി നടക്കുന്നതിനാൽ നമ്മുടെ സദ്ദാം ഹുസൈൻ അവിടെ രാസായുധമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇവിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ പലരും പോയി കൊട്ടാരമൊക്കെ പരിശോധിച്ചെങ്കിലും അതിന്റെ തന്ത്രം നിങ്ങൾക്കറിയാമോ? പരിശോധിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഉടക്കെടുത്തിട്ടേച്ച് കുറച്ച് ദിവസങ്ങളിലേക്ക് തടഞ്ഞൊന്ന് നിർത്തും. അവസാനം മാറ്റേണ്ടതൊക്കെ മാറ്റി വെക്കേണ്ടടുത്ത് ഒളിച്ചു വെച്ച് കഴിഞ്ഞേച്ച് വന്ന് പരിശോധിച്ചോളാൻ പറയും. ഇവര് വന്ന് പരിശോധിച്ച് പോകുമ്പോൾ മറ്റേതെല്ലാം പുറത്തെടുക്കും. ഇതുപോലുള്ള പരിപാടിയാണ് നമ്മുടെ സദ്ദാം ഹുസൈന്റെ കയ്യിലിരിക്കുന്നത്. ഇവനിങ്ങനെ ശക്തിപ്പെട്ടു വരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. 38-ാം അധ്യായം എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം നിവർത്തിയാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ 3-ാം ലോകമഹായുദ്ധത്തിനു വേണ്ടി രാജ്യങ്ങൾ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ റഷ്യക്ക് വിരോധമായ ഈ സംയുക്ത രാജ്യങ്ങൾക്ക് വിരോധമായി ഒരു ശക്തി വെളിപ്പെടും. അതാണ് 38-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതിന്റെ 13-ാം വാക്യത്തില് ശെബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് എന്ന് പറഞ്ഞാൽ ഈ ഗോഗിന്റെ ശക്തിയോട്, ഈ റഷ്യയോട് ശെബയും ദദാനും തർസീസ് വർത്തകന്മാരും. ശെബ, ദദാൻ എന്ന് പറയുന്നത് യമൻ, ഏഡൻ എന്നീ 2 രാജ്യങ്ങളെ കാണിക്കുന്നു. തർസീസ് വർത്തകന്മാർ എന്ന് പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടനെ കാണിക്കുകയാണ്. വേദപണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തർസീസ് വർത്തകന്മാർ ഗ്രേറ്റ് ബ്രിട്ടൻ. ഈ തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും. ഈ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് ബ്രിട്ടനിലെ അല്ലെങ്കിൽ ഈ സായിപ്പന്മാര് പോയി കയറി താമസിക്കുന്ന, കുടിയേറി പാർത്ത് താമസിക്കുന്ന രാജ്യങ്ങൾ. അതിലൊന്നാണ് അമേരിക്ക. ബ്രിട്ടീഷുകാർ കുടിയേറി പാർത്ത സ്ഥലമാണത് അമേരിക്ക. ഈ അമേരിക്കയും ഈ ബാലസിംഹങ്ങളുടെ ഗണത്തിൽപ്പെടും. അതുകൊണ്ടാണ് അമേരിക്ക എല്ലാ കാലത്തും ഏത് ഭരണകൂടം അമേരിക്കയിൽ വന്നാലും, റിപ്പബ്ലിക്കൻ പാർട്ടി ആയാലും ഡെമോക്രാറ്റിക് പാർട്ടി ആയാലും, അമേരിക്കൻ ഭരണകൂടം എല്ലാ കാലത്തും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അതിന് കാരണമുണ്ട്. അമേരിക്കൻ ഭരണത്തെ നിയന്ത്രിക്കുന്ന യഹൂദ ലോബിയാണ്. ഏത് ഭരണം അവിടെ വന്നാലും, ഡെമോക്രാറ്റിക്കുകളായാലും റിപ്പബ്ലിക്കുകളായാലും അമേരിക്കയിൽ ഭരിക്കണമെങ്കിൽ ജൂസിന്റെ സപ്പോർട്ട് വേണം. യഹൂദന്റെ സപ്പോർട്ടില്ലാതെ അവിടെ ഭരിക്കാൻ കഴിയുകയില്ല. അമേരിക്കയിലെ വൻകിട കോടീശ്വരന്മാർ, വലിയ വലിയ കോടീശ്വരന്മാർ, വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ വലിയ ഫാക്ടറി ഉടമകൾ യഹൂദന്മാരാണ്. അവരുടെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ ഒരു ഭരണം സാധ്യമല്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും അമേരിക്ക യഹൂദനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അതാണ് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിലും വിവരിക്കുന്നത്. ശെബയും ദദാനും തർസീസ് വർത്തകന്മാരും, യമൻ, ഏഡൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഒരു ചേരിയിൽ വരും. ലോകം 2 ചേരിയിലാകുന്നു. ഇടതുപക്ഷ ചായ്വുള്ള രാജ്യങ്ങളും വലതുപക്ഷ ചായ്വുള്ള രാജ്യങ്ങളും. ഇപ്പോൾ നാം നോക്കിയാൽ 2 ചേരിയിൽ ലോകമായിരിക്കുകയാണ്. ഇനി അടുത്തതായി നടക്കേണ്ടത് ആദ്യത്തെ വെടി ഇസ്രായേലിൽ പൊട്ടണം. അതിനുള്ള സംവിധാനം എല്ലാം ഇപ്പോഴവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ സമാധാന നിലയായ ഒരു ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി വെടിയേറ്റു മരിച്ചു.
ഒരു പുതിയ ഭരണകൂടം, തീവ്രവാദികളുടെ നേതാവായിരുന്ന ബെന്യാമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായി ഭരണമേറ്റെടുത്തു. യെറൂശലേമിൽ കുടിയേറ്റ നിയമം കൊണ്ടുവന്നിട്ട് യഹൂദന്മാരെ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ യെറൂശലേമിലേക്ക് കുടിയേറി പാർപ്പിക്കുന്നു. ഈ യെറൂശലേമിൽ മുമ്പ് യെറൂശലേം ദേവാലയം നിലനിന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ഓമറിന്റെ പള്ളി, ഡോം ഓഫ് ദ റോക്ക്, അലക്സ എന്ന് പറയുന്ന 2 മുസ്ലിം ദേവാലയങ്ങൾ നിൽക്കുന്നു. ആ മുമ്പ് ദേവാലയം നിന്നിരുന്ന സ്ഥാനത്തൂടെ ആ യെറൂശലേം കുന്നിലെ അതിന്റെ അടിയിൽ കൂടെ ഈ ഇസ്രായേൽ ഒരു തുരങ്കമുണ്ടാക്കിയിരുന്നു. മുമ്പ് കുറെ നാൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുതിയ ഭരണകൂടം വന്നപ്പോൾ ആ തുരങ്കം തുറന്നുകൊടുത്തു. എനിക്ക് ഉദ്ദേശമുണ്ട്. ഈ തുരങ്കം തുറന്നു കൊടുത്തപ്പോൾ പലസ്തീനികളെല്ലാം കൂടെ പ്രക്ഷോഭണം ആരംഭിച്ചു. ഈ തുരങ്കം ഉണ്ടാക്കിയതും അതിനകത്തൂടെ തുറന്നു കൊടുത്തതിന്റെ ഒക്കെ ഉദ്ദേശം ഇതിനകത്തൂടെ കയറി ചെന്ന് അടി കൂടെ ബോംബ് വയ്ക്കാൻ. അത് മറ്റവർക്കറിയാം. അതിനായി പ്രക്ഷോഭണമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കാരണം അതാണ്. എല്ലാം കൂടെ പറഞ്ഞാൽ പലസ്തീൻ രാജ്യത്തെ, ഗൾഫ് രാജ്യങ്ങളില്, ഇസ്രായേലില് ഇപ്പോഴത്തെ നില നോക്കിയാൽ ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാ ശബ്ദവും എല്ലാ മാറ്റൊലികളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ബൈബിൾ പ്രവചനമനുസരിച്ച് ഇസ്രായേലിൽ നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അതിനുവേണ്ടിയുള്ള പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത സമയത്തും അമേരിക്ക കുറെ കപ്പൽപ്പടയെ അങ്ങോട്ട് അയച്ചു, കുറെ മിസൈലുകൾ അവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിലും പിന്നെ അങ്ങ് ദുബായിലും ദോഹയിലും ബഹറിലും ഒക്കെ ഉള്ളവര്, നിങ്ങളുടെ വീട്ടിൽപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുത്തെഴുതി അവരെ അറിയിക്കുന്നത് നന്നായിരിക്കും. 5-6 കൊല്ലമൊന്നും അവിടെ സ്ഥിരവാസമാക്കാൻ ശ്രമിക്കേണ്ട. സംഗതി പൊട്ടാൻ തുടങ്ങുകയാണ്. ഇറാഖിലെ സദ്ദാം ഹുസൈൻ രാസായുധം പൊട്ടിക്കാൻ സമയമെടുത്തുപോയി. എന്നാൽ അതിനു മുൻപേ കർത്താവ് മധ്യാകാശത്തിൽ വരും. സഹോദരിമാര്, ഭർത്താക്കന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയേക്കണം: അച്ചായൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ലീവ് കിട്ടിയില്ലെങ്കിൽ മേലോട്ട് പോകാൻ ഒരുങ്ങിക്കോണമെന്ന്. മേലോട്ട് പോകാൻ ഒരുങ്ങിക്കോണം. മാതാപിതാക്കൾ ഗൾഫിലുള്ള മക്കൾക്ക് ഒന്നുമില്ലെങ്കിൽ എഴുത്തെഴുതി അറിയിക്കുക. അവിടെ ഇതാ യുദ്ധത്തിന്റെ മാറ്റല് കേട്ടുകൊണ്ടിരിക്കുന്നു. 3-ാം ലോക മഹായുദ്ധത്തിനു വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു. ഇസ്രായേലിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം നിവർത്തിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ അതിനു മുൻപേ കർത്താവായ യേശുവിന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. ഹല്ലേലൂയ! സദ്ദാം ഹുസൈൻ രാസായുധം പ്രയോഗിക്കുന്നതിന് മുൻപേ, അവന്റെ രാസായുധത്തിൽ മനുഷ്യജീവിതങ്ങൾ ഉരുകിത്തീരുന്നതിന് മുൻപേ യേശുവിന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങുകയും തന്റെ വിശുദ്ധന്മാർ രൂപാന്തര ശരീരികളായി പറന്നുയരുകയും ചെയ്യുവാൻ പോകുന്നു. അതിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. നാം വിശ്വസിച്ച നാളിനേക്കാൾ രക്ഷ ഇപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. ലോകം 2 ചേരിയിലാകുന്നു. വലിയ ഒരു യുദ്ധം അവിടെ നടക്കുന്നു. യുദ്ധത്തിന്റെ രീതിയും പറയാം. ദൈവത്തിന് സ്തോത്രം. 38-ാം അധ്യായത്തിൽ ആ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ടും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. യുദ്ധത്തിന്റെ ഒരു ചെറിയ രൂപം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ വാക്കുകളെ അവസാനിപ്പിക്കാം. 2 ശക്തികൾ 2 ഭാഗത്ത് അണിനിരക്കുന്നു. ഒന്ന് ഇടതുപക്ഷ ചായ്വുള്ള റഷ്യയും അതിനെ പിന്താങ്ങുന്ന ശക്തികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇസ്രായേലിനെ സഹായിക്കുവാൻ അമേരിക്ക, ഗ്രേറ്റ് ബ്രിട്ടൻ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ, അതിനെ പിന്താങ്ങുന്ന രാജ്യങ്ങൾ എന്നിങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ പിന്നിൽ അണിനിരക്കുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അന്നത്തെ
ഭരണകൂടങ്ങൾക്കൊത്തവണ്ണം ഈ രണ്ട് ശക്തികളുടെ ഒന്നുകിൽ ഇടതുപക്ഷ ചായ്വുള്ള റഷ്യയുടെ പിന്നിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ വലതുപക്ഷ ചായ്വുള്ള അമേരിക്കയുടെ പിന്നിലോ ബാക്കി രാജ്യങ്ങൾ ഓരോന്നോരോന്നായി പിന്നിൽ അണിനിരക്കുന്നു. ഇന്ത്യയുടെ അന്നത്തെ ഭരണകൂടത്തിനനുസരിച്ച് ഇന്ത്യയും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പിന്നിൽ അണിനിരക്കും. ശക്തമായ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മിസൈലുകൾ തയ്യാറാകുന്നു. മിസൈലുകളുടെ അറ്റത്ത് ബോംബുകൾ ഘടിപ്പിച്ചു വച്ചിരിക്കുന്നു. പടക്കപ്പലുകൾ തയ്യാറായിരിക്കുന്നു. ബോംബുകൾ വഹിച്ചുകൊണ്ട് ബോംബർ വിമാനങ്ങൾ തയ്യാറായി കിടക്കുന്നു. പൈലറ്റുമാർ വിമാനത്തിൽ കയറിയിരുന്ന് സിഗ്നൽ ലഭിക്കുവാൻ കാതോർത്ത് കാത്തിരിക്കുന്നു. പടുകൂറ്റൻ പാറ്റൻ ടാങ്കുകളുടെ ഒരു കരസൈന്യം രണ്ടു ഭാഗത്തും തയ്യാറായിരിക്കുന്നു. ഇനി സിഗ്നൽ കിട്ടിയാൽ മതി. ലീഡേഴ്സിന്റെ സിഗ്നൽ കിട്ടുവാനായിട്ട് എല്ലാവരും തയ്യാറെടുത്ത് കാത്തിരിക്കുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടാകുന്നു. ശക്തമായ ഭൂകമ്പം ഉണ്ടായിട്ട് വാർത്താവിനിമയ ബന്ധങ്ങൾ താറുമാറാകുന്നു. സിഗ്നൽ കൊടുത്താൽ സിഗ്നൽ സ്വീകരിക്കുവാൻ കഴിയാത്ത നിലയിലാകുന്നു. ബോംബുകൾ ഘടിപ്പിച്ചിരുന്ന മിസൈലുകൾ ഭൂകമ്പത്തിന്റെ ഫലമായി പൊട്ടുന്നു. അവിടെ പൊട്ടി ഈ ബോംബുകളുടെ ഫലമായി, രാസായുധങ്ങളുടെ ഫലമായി അവരവർ തന്നെ നശിക്കുന്നു. ഒരുവന്റെ കൈ അവന്റെ കൂട്ടുകാരന് വിരോധമായി തിരിയുന്നു. ഇവർ തമ്മിൽ യുദ്ധം ചെയ്ത് ബോംബുകൾ പൊട്ടി രാസായുധങ്ങൾ പ്രയോഗിച്ച് നല്ല ഒരു വിഭാഗം കത്തി അമരുന്നു. അമേരിക്കയും റഷ്യയും ഇതിനെ പിന്താങ്ങുന്ന രാജ്യങ്ങളും ഈ വൻ ശക്തികൾ ഏറെക്കുറെ നല്ല ഒരു ഭാഗം കത്തിത്തീരും. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി സംഭവിക്കുന്നത് അമേരിക്കയും അതിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും റഷ്യയും അതിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും പലതും കത്തിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിവരം ഒന്ന് എഴുതി അറിയിച്ചേക്കണം. മൂന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി ബോംബ് വീഴുന്നത് ഒരുപക്ഷെ ന്യൂയോർക്കിലായിരിക്കും. റഷ്യക്ക് പുലമൺ ജംഗ്ഷനിൽ ഒരു ബോംബിട്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും നേടാനില്ല. അതുകൊണ്ട് അതിന്റെ മിസൈല് നേരെ ന്യൂയോർക്കിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്, വാഷിംഗ്ടണിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക അതിന്റെ ബോംബുകൾ റഷ്യയിലെ മോസ്കോയ്ക്ക് നേരെ, അതുപോലെ വലിയ വലിയ പട്ടണങ്ങൾക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പൊട്ടുന്നു, കത്തിച്ചാരമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് സമയമെടുത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഒന്നുകൂടെ പറയുകയാണ്. അമേരിക്കയിൽ മക്കളുള്ളവർ മാതാപിതാക്കൾ എഴുതി അറിയിക്കണം, കുഞ്ഞുങ്ങളെ മേളിൽ നിന്ന് ബോംബ് വീഴാറായി, പോകാൻ റെഡിയായിക്കണമെന്ന്. സ്തോത്രം. ഭയാനകമായ ഒരു യുദ്ധത്തിലൂടെ വൻശക്തികൾ തകർന്നടിഞ്ഞ ശേഷം ഒരു പുതിയ ശക്തി യൂറോപ്പിൽ നിന്നുണ്ടാകും. ഈ എതിർ ക്രിസ്തുവിന് രംഗപ്രവേശം ചെയ്യുവാൻ പശ്ചാത്തലമൊരുക്കുന്നത് ഈ മൂന്നാം ലോകമഹായുദ്ധമായിരിക്കും. യേശു ക്രിസ്തു വരും, മൂന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും, വൻ ശക്തികൾ തകർന്നടിയും, എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യും. എതിർ ക്രിസ്തുവിന്റെ കീഴിൽ യൂറോപ്യൻ രാജ്യങ്ങളും ശേഷിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ എതിർ ക്രിസ്തുവിന്റെ കൈക്കീഴിൽ വരും. അവൻ തന്ത്രപൂർവമായി വളരെ നയത്തിലൂടെ മുഴു ലോകത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മൃഗം മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനി ആഴത്തിൽ നിന്ന് കരേറി വരുവാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന്, ജനസമുദായ കടലിൽ നിന്ന് ഇവയെല്ലാം കൂടെ ഒരുമിച്ചു ചേർന്ന് കരേറി വരുവാൻ പോകുന്നു. 7 വർഷം ഇവിടെ ഭരിച്ചിട്ട് നാശത്തിലേക്ക് കടന്നു പോകാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാം. ബാക്കി ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ. നമ്മുടെ യേശു വരാറായി. ലോകം എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ തയ്യാറെടുക്കുന്നു. ദയവായി ആരും എഴുന്നേറ്റ് പോകരുത്. 2 നിമിഷം 8:30 മണിക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. 2 നിമിഷം. യേശു വരാറായി. പ്രിയ ദൈവമക്കളെ, ലോകം എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുന്നു. ലോകത്തിന്റെ രാഷ്ട്രീയ നില എതിർ ക്രിസ്തുവിനെ വഴിയൊരുക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവജനത്തിനൊരു മുന്നറിയിപ്പ് നൽകുന്നു. യേശു വരാറായി.
കാഹള ശബ്ദം മുഴങ്ങാറായി. മധ്യാകാശത്തിൽ മണവാളനായ ക്രിസ്തു ഗംഭീരധ്വനിയോടുകൂടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ സമയമായി, ഇറങ്ങി വരുവാൻ സമയമായി. പ്രിയ സഹോദര, നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദരി, നീ ഒരുങ്ങിയിട്ടുണ്ടോ? പിതാവേ, മാതാവേ, നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു വെളിപ്പെടുമ്പോൾ, കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ, മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ, രൂപാന്തര ശരീരം പ്രാപിക്കുവാൻ നീ ഒരുങ്ങിയില്ല എങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൽ അകപ്പെടും. അതിന്റെ പിന്നാലെ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യും. എതിർ ക്രിസ്തുവിന്റെ ക്രൂരകരങ്ങളിൽ നീ അകപ്പെടേണ്ടതായി വരും. അവൻ നിന്റെ ചോര ഊറ്റി കുടിക്കും. 666 എന്ന മുദ്രയില്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ കഴിയാത്ത നിലവാരം വെളിപ്പെടും. എന്നാൽ അതിനു മുൻപായി യേശുവിന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. നമുക്ക് പോകാൻ ഒരുങ്ങാം, പോകാൻ ഒരുങ്ങാം. ശക്തിയെ പുതുക്കാം, അഭിഷേകത്തെ പുതുപ്പിക്കാം, ദൈവ ശക്തിയാൽ നിറയപ്പെടാം. ഹല്ലേലൂയ. കരങ്ങളോടിച്ച് പാടാം, ആത്മാവിൽ നിറഞ്ഞ് മണവാളനായി നിറയുവിൻ. ഹല്ലേലൂയ.